ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ വ്യോമസേന കനത്ത പ്രഹരമേൽപ്പിച്ച പ്രധാന എയർബേസായ നൂർഖാൻ വ്യോമതാവളത്തിന്റെ പുനർനിർമ്മാണം തുടരുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ. പാകിസ്ഥാനിലെ നയതന്ത്ര പ്രാധാന്യമേറെയുള്ള VVIP വ്യോമതാവളമാണ് റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ്. പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് മേഖലയിൽ പുനർനിർമ്മാണം നടക്കുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയുടെ ആക്രമണത്തിൽ സൈനിക ട്രക്കുകളടക്കം വ്യോമതാവളത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ആക്രമണം നടന്ന 4 മാസത്തിനു ശേഷവും നൂർഖാൻ ബേസിൽ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിനാൽ തന്നെ ആക്രമണത്തിന്റെ തീവ്രത വലുതായിരിക്കാമെന്നുമാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ സൈനിക ട്രക്കുകൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ എന്നിവയാണ് ഇന്ത്യൻ വ്യോമസേന തകർത്തത്. പാകിസ്ഥാൻ വ്യോമ കരസേനകളുടെ ആശയവിനിമയ സംവിധാനങ്ങളെ സംയോജിപ്പിച്ചിരുന്ന കൺട്രോൾ സെന്റർ ആയിരിക്കാം തകർന്ന കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്നതെന്നാണ് വിലയിരുത്തൽ. ഇക്കഴിഞ്ഞ മെയ്യിൽ പാകിസ്ഥാന് നേരെ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ പ്രധാന വ്യോമതാവളമായ നൂർഖാനും ഉൾപ്പെട്ടിരുന്നു. ഇന്ത്യൻ തിരിച്ചടിയിൽ നാശനഷ്ടങ്ങളുണ്ടായ ഭാഗങ്ങളിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് 25 കിലോമീറ്ററോളം അകലെ സ്ഥിതി ചെയ്യുന്ന പ്രധാന വ്യോമതാവളമാണ് നൂർഖാൻ. പാക് വ്യോമസേനയുടെ പ്രധാന വിമാനങ്ങളടക്കം ഇവിടെയാണുള്ളത്. മെയ് 10-ാം തീയതിയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി നൂർഖാൻ വ്യോമതാവളത്തിന് നേരെയും ഇന്ത്യ ആക്രമണം നടത്തിയത്. വ്യോമതാവളത്തിലുണ്ടായിരുന്ന പ്രത്യേക സൈനിക വാഹനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ മിസൈൽ ആക്രമണം. ബ്രഹ്മോസ് മിസൈലോ സ്കാൾപ് മിസൈലോ ഉപയോഗിച്ചാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്നാണ് നിഗമനം. വ്യോമതാവളത്തിലുണ്ടായിരുന്ന പാകിസ്ഥാൻ പ്രത്യേക സൈനിക വാഹനങ്ങൾ തകർക്കാനാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെങ്കിലും ഇതിന്റെ ആഘാതത്തിൽ വ്യോമതാവളത്തിലെ ചില കെട്ടിടങ്ങൾ തകരുകയും മറ്റു ചില കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഉണ്ടായി. മെയ് 10-ാം തീയതിയിലെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമായിരുന്നു. എന്നാൽ മെയ് 17-ാം തീയതി തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളടക്കം നീക്കം ചെയ്തെന്ന് സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായി. ഇതിനു പിന്നാലെയാണ് സെപ്റ്റംബർ 3-ാം തീയതിയിലെ സാറ്റലൈറ്റ് ദൃശ്യത്തിൽ വ്യോമതാവളത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും കണ്ടെത്തിയത്. പുതിയ മതിലുകളടക്കമുള്ളവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മേഖലയിൽ പുരോഗമിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ നൂർഖാൻ വ്യോമതാവളത്തിലെ പ്രത്യേക സൈനിക വാഹനങ്ങൾ തകർത്തതോടെയാണ് ഇതിന്റെ ആഘാതത്തിൽ സമീപത്തെ ചില കെട്ടിടങ്ങൾ തകരുകയും പല കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തത്. ഇതോടെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് നൂർഖാൻ വ്യോമതാവളത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ബുർഗാസ് എന്ന് വിളിക്കുന്ന പാക് വ്യോമസേനയുടെ നമ്പർ 12 VIP സ്ക്വാഡ്രൺ ആണ് നൂർഖാൻ വ്യോമതാവളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റും പ്രധാനമന്ത്രിയും സൈനിക മേധാവിമാരും ഉൾപ്പെടെയുള്ള ഉന്നതരുടെ യാത്ര ഇവരുടെ ഉത്തരവാദിത്തമാണ്. അടുത്തിടെ പാക് സൈനിക മേധാവി അസീം മുനീർ SC ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനയിലേക്ക് പുറപ്പെട്ടതും നൂർഖാൻ വ്യോമതാവളത്തിൽ നിന്നായിരുന്നു. അസീം മുനീറിന്റെ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് റൺവേയുടെ സമീപത്തുള്ള കെട്ടിടങ്ങൾക്കാണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ കേടുപാടുണ്ടായത്. പാകിസ്ഥാൻ വ്യോമസേനയുടെ 12-ാം നമ്പർ VIP സ്ക്വാഡ്രൺ ബുറാക്സ് ഈ വ്യോമതാവളത്തിലാണ് പ്രവർത്തിക്കുന്നത്. വിദേശ സന്ദർശനത്തിന് പോകുന്ന പാകിസ്ഥാൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, സൈനിക മേധാവികൾ, ക്യാബിനറ്റ് മന്ത്രിമാർ എന്നിവരുൾപ്പെടെയുള്ള ഉന്നത നേതാക്കളുടെ സുരക്ഷാ ഉത്തരവാദിത്തം ഈ യൂണിറ്റിനുമാണ്. പുറത്തു വന്ന ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങളിൽ ബോംബാർഡിയർ ഗ്ലോബൽ 6000 മോഡലിൽ ഉൾപ്പെട്ട ഒരു VVIP ജെറ്റും പുനർനിർമ്മാണം നടക്കുന്ന മേഖലയ്ക്ക് സമീപം പാർക്ക് ചെയ്തിരിക്കുന്നതായി കാണാം. തന്റെ പതിവ് യാത്രാ വിമാനം അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയപ്പോൾ സൈനിക മേധാവിയായ അസീം മുനീർ വിദേശയാത്രകൾക്കായി ഉപയോഗിക്കുന്നത് PAF ഗ്ലോബൽ 6000 വിമാനമാണ്. അതേസമയം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ പാക് ഭരണകൂടവും പാകിസ്ഥാൻ സൈന്യവും നടത്തുന്ന അവകാശവാദങ്ങളെ പരിഹസിച്ച് ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രംഗത്ത് വന്നിരുന്നു. യുദ്ധത്തിൽ ജയിച്ചോ തോറ്റോ എന്ന് പാകിസ്ഥാന് പോലും ഉറപ്പില്ലെന്നും പാക് മേധാവിക്ക് ഫീൽഡ് മാർഷൽ പദം ലഭിച്ചത് മാത്രമാണ് അവിടുത്തെ ജനങ്ങൾക്കറിയാവുന്ന ഏക വിവരമെന്നും അദ്ദേഹം പരിഹസിച്ചു. പാക് ജനതയുടെ കണ്ണിൽ പൊടിയിടാനുള്ള പാക് ഭരണകൂടത്തിന്റെ ഒരു നീക്കം മാത്രമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.